തങ്കളം കാക്കനാട് നാലുവരിപ്പാതയ്ക്കായി കോതമംഗലം ബൈപ്പാസ് മുതൽ വീട്ടൂർ വരെ പുതിയ അലൈൻമെന്റ് കണ്ടെത്തിയതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു. തങ്കളം കാക്കനാട് നാലുവരിപ്പാതയുമായി ബന്ധപ്പെട്ട ആന്റണി ജോൺ MLAയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് സഭയിൽ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തങ്കളം കാക്കനാട് നാലുവരിപ്പാതയുടെ നിർമ്മാണത്തിനായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകിയിരുന്നു. എന്നാൽ നേരത്തെ തീരുമാനിച്ച അലൈൻമെന്റ് IRC കിഫ്ബി സ്റ്റാൻഡേർഡുകൾ പാലിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ തങ്കളം കാക്കനാട് റോഡ് പ്രവൃത്തി MC റോഡ് വഴി ബന്ധിപ്പിക്കുന്നതിന് പകരം മൂവാറ്റുപുഴ കാക്കനാട് റോഡ് വഴി കാക്കനാടുമായി യോജിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് കിഫ്ബി നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ കോതമംഗലം ബൈപ്പാസ് മുതൽ മേലെപീടിക, മുളവൂർ, ഈസ്റ്റ് പായിപ്ര, പള്ളിച്ചിറങ്ങര, പൊന്നോപ്പടി എന്നീ പ്രധാന സ്ഥലങ്ങൾ വഴി വീട്ടൂർ വരെ അലൈൻമെന്റ് കണ്ടെത്തുകയും ഫീസിബിലിറ്റി റിപ്പോർട്ട് PWD ഡിസൈൻ വിഭാഗത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കോതമംഗലം ബൈപ്പാസ് മുതൽ വീട്ടൂർ വരെ അലൈൻമെന്റ് സാധ്യമായതിനാൽ 13.6 മീറ്റർ വീതിയിൽ DPR തയ്യാറാക്കുവാനും ആവശ്യമുണ്ടെങ്കിൽ സ്ഥലമേറ്റെടുക്കൽ നിർദ്ദേശം സമർപ്പിക്കുവാനും വീട്ടൂരിന് ശേഷം കിഴക്കമ്പലം വരെ മൂവാറ്റുപുഴ കാക്കനാട് റോഡിന്റെ അലൈൻമെന്റ് ഉപയോഗിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനകം സമർപ്പിച്ച മൂവാറ്റുപുഴ മുതൽ കാക്കനാട് വരെയുള്ള ഭാഗത്തിന്റെ DPRൽ മാറ്റം വരുത്തി വീട്ടൂർ മുതൽ കിഴക്കമ്പലം വരെയാക്കി 15 മീറ്റർ ROW ഉൾപ്പെടുത്തി പരിഷ്കരിക്കാനും കിഫ്ബി നിർദ്ദേശിച്ചിട്ടുണ്ട്. കിഴക്കമ്പലത്തിൽ നിന്നും കാക്കനാടിലേക്കുള്ള പുതിയ അലൈൻമെന്റ് കിഫ്ബിയുടെ പരിഗണനയിലാണെന്നും അറിയിച്ചിരുന്നു. DPR തയ്യാറാക്കുന്നതിന് കൂടുതൽ വ്യക്തത വരുത്താൻ ഡിസൈൻ വിഭാഗം കിഫ്ബിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ലഭ്യമായാലുടൻ DPR പ്രവൃത്തികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് ആന്റണി ജോൺ MLAയുടെ സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.